ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് എന്നെ സർപ്രൈസ് ആക്കിയ ഒരു വീഡിയോ ആണ്. അതെന്ന് വെച്ചാല് 1 month ബിഫോർ, ഒരു മാസം മുന്നേ എന്നോട് എന്റെ ഹസ്ബൻഡ് വന്നിട്ട് എന്നോട് പറഞ്ഞ നമുക്ക് വാ കണ്ണൂർ പോവാ. ഞാൻ ചോദിച്ചു എന്തിന്? അവൻ പറഞ്ഞ അല്ല, ഒന്ന് ഒന്ന് പോയിട്ട് വരണം, മൈജിയിൽ പോയിട്ട് ഒരു ആൾക്കൊരു, അതായത് ഹസ്ബൻഡിന് ഒരു ഇത് വാങ്ങണം, എന്താ പറയാ, ഇയർപോഡ് വാങ്ങിക്കണം, അതായത് ഇയർഫോൺ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി വാ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റി. മാറ്റി കണ്ണൂരെത്തി, മൈജി പോയി. അപ്പോൾ പുള്ളി എന്തോ ഒരു സംതിങ് ഒരു കളി. അപ്പൊ ഞാൻ ചോദിച്ചേ എന്താ വാങ്ങുന്നില്ലേ? അന്നേരം പറഞ്ഞ വാങ്ങുന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുറേ ഫോണ് നോക്കി. ഞാൻ ചോദിച്ചാൽ ഇതായിരിക്കാം ഫോണ് വാങ്ങിക്കുന്നത് ഇപ്പോ? അന്നേരം എന്നോട് പറഞ്ഞ് സാമിന് വാങ്ങുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നല്ല തന്നെ വാങ്ങിച്ചോ, കാരണം എനിക്കൊരു ഫോൺ ഉണ്ട്. ആ ഫോൺ 1 year ഞാൻ യൂസ് ചെയ്തു, 1 year വരെ യൂസ് ചെയ്തു. കാരണം ആ ഫോൺ ഞാൻ സാമിൻ്റെ കൂടെ വന്നപാട് സാം എനിക്ക് വാങ്ങിച്ചു തന്നൊരു ഫോൺ, സാംസങ് ഗാലക്സി F15 5G ആണെന്ന് തോന്നുന്നു, 5G തന്നെ. അപ്പൊ ആ ഒരു ഫോണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് സാമിനാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ വാങ്ങിച്ചു, എൻ്റെ ഫോൺ ഓൾറെഡി ഉണ്ടല്ലോ, നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ്, നല്ല സൗണ്ട് ഉള്ള ഫോണാണ് സാംസങ്. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു സാംസങ് നല്ല ഫോണ്, വിവോ. ഞാൻ പറഞ്ഞ സാംസങ് നല്ലത്, പക്ഷെ നിനക്ക് എല്ലാം എടുക്കുന്നത് ഇപ്പോ, അപ്പൊ നീ വിവോ എടുത്തോന്ന്. അപ്പൊ അങ്ങനെ ആ സാം എന്ത് ചെയ്ത് വിവോ പുതിയൊരു ഫോണ്, വിവോ Y11 5G ആ ഫോണ് പാക്ക് ചെയ്തിട്ട് ഇതൊന്ന് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും പറയുന്നത് ആയിരിക്കും? അപ്പം പറയുന്നത് എനിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫുള്ള് സർപ്രൈസ് ആയി. എനിക്ക് എന്താ പറയേണ്ട, എന്റെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല ആ സമയം. ഐ വാസ് റിയലി ഷോക്ക്ഡ്. കാരണം ഞാൻ ഒരു കൊല്ലം മറ്റേ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ, ഒരു 1 year. 1 year. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പപ്പ അമ്മ ഒരു ഫോൺ വരെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എത്ര അസൈൻമെന്റ്, പ്രോജക്റ്റ് ഞാൻ ഫ്രണ്ട്സിന്റെ ഫോൺ നോക്കിയിട്ടാ ചെയ്യില്ല. അത് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയൂ. ആ ഒരു സ്ഥലത്ത് എന്റെ ഹസ്ബൻഡ്, എന്റെ സാം എനിക്ക് വാങ്ങിച്ചു തരുന്ന അത് 1 year. പപ്പ അമ്മ ഇപ്പൊ ഒരു ഫോൺ വാങ്ങിച്ചാൽ അത് നമുക്ക് മാക്സിമം എത്ര കൊല്ലം അവര് യൂസ് ചെയ്യാൻ വിടാം? കുറേ കൊല്ലം യൂസ് ചെയ്തിട്ട് അവസാനം അത് പഴയത് പൊയ്ത്ത് കഴിഞ്ഞാല് പുതിയ ഫോൺ വാങ്ങിച്ചെടുക്കും. പക്ഷെ ഈ സാം അങ്ങനെയല്ല. സാം ഒരു ഫോണ് ഓൾറെഡി എനിക്ക് 1 year വരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇവൻ പുതിയ ഫോൺ എനിക്ക് വാങ്ങിച്ചു തന്നു, ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോൺ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് സർപ്രൈസ്ഡ് ആയി. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നോണ്ട് തന്നെ നമ്മള് ഇവന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ പോയിട്ട് ഇതിന് പറ്റിയ കവറ്, പിന്നെ ബാക്കിൽ ഒരു റിംഗ് ടൈപ്പ്, നമുക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള റിംഗ് ടൈപ്പ് ഒരു ഹോൾഡർ ഉണ്ട്, അതും വാങ്ങിച്ച്. പിന്നെ കവറ് ഓൾറെഡി ഇവർ ഇട്ട് തന്നിട്ടുണ്ട് അതിന്. പക്ഷേങ്കിലും എനിക്ക് ആ കവറ് വേണ്ട, ഇഷ്ടമില്ല. ക്യൂട്ടായിട്ടുള്ള കവേഴ്സ് എനിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ, പക്ഷെ ക്യൂട്ട് കവേഴ്സ് കിട്ടിയിട്ടില്ല. കാരണം ഈ ഫോൺ ഇറങ്ങിയ പാടുള്ള ഫോണാണ്, ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഫോണാണ്. അപ്പം പിന്നെ അതിന് പറ്റിയ കവേഴ്സ് ഒന്നും ക്യൂട്ടായിട്ടുള്ള ഇല്ല. അത് പറഞ്ഞപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള കവറും പിന്നെ ബാക്കിലെ ഹോൾഡറും വാങ്ങിച്ചു. അപ്പൊ ആ ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോൺ ഞാനിപ്പോ ആ ഫോണിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, സോ അത് ഈ ഫോൺ തന്നെ കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ അതിന്റെ ബോക്സ് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ആ ഫോൺ വരുന്നത്, വിവോ Y11 5G. നല്ലൊരു ഫോണാണ്. എന്റേത് ഈ ഒരു കളറാണ് വരുന്നത്, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഞാൻ വൈറ്റാണ് ചൂസ് ചെയ്തത്. വൈറ്റാണ് കുറച്ചും കൂടെ നല്ലൊരു, എനിക്ക് തോന്നിയത് ഒരു ഐഫോൺ ലുക്ക് ഉണ്ടാവും, ഐഫോണിലോ. അപ്പോ എന്റെ വൈറ്റ് ആണ്. അപ്പം ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോ എന്താ പറയാ, അതിനകത്ത് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കവറ് മാറ്റിയതാണെന്ന്. അപ്പൊ അതിന്റെ കവർ എന്ന് വെച്ചാൽ, ആദ്യത്തെ വരുന്ന കവർ എന്ന് വെച്ചാൽ ഈ ഒരു സിലിക്കോൺ കവർ, അതായത് എന്താ പറയാ, ഈ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കവറാണ്. നിങ്ങൾക്ക് കാണും മനസ്സിലാവും. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്കിപ്പോ സിം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതെല്ലാ ഇതിലും ബോക്സിലും ഉണ്ടാവും. സിം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇത് കുത്തിക്കഴിഞ്ഞാൽ നമ്മളെ സിമ്മിന്റെ ആ ഒരു സോക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ സിം അതിൽ ഇൻസേർട്ട് ചെയ്യலாம். അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇത്. അപ്പൊ അങ്ങനെ എന്താ പറയാ, നല്ല ഫോണാണ്. ഞാനിപ്പോ യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു മാസമായി തോന്നുന്നു. കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങിച്ചത്, കഴിഞ്ഞ മാസം എനിക്ക് ശരിക്കും ഓർമ്മയില്ല, കഴിഞ്ഞ മാസം തോന്നുന്നു. അപ്പോ എന്താ പറയാ, ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നല്ല ഫോണാണ്. 200+ വോല്യൂം ഉണ്ട്, പിന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ്, ന്യൂ ഫോണാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഫോണാണ്. സോ ഇതിന്റെ കവേഴ്സ് ഒന്നും വരാൻ കുറച്ച്
ടൈം എടുക്കും. പിന്നെ നമ്മൾ ഈ കവർ വാങ്ങുന്നിടത്ത് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായി. പക്ഷെ അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് ചാർജൊക്കെ ചെയ്യണം, ചാർജൊന്നും ചെയ്തിട്ടില്ല, അത് ചാർജ് ചെയ്യണം. പിന്നെ നമ്മൾ മൈജിന്ന് തന്നെ ഒരു സ്പീക്കർ എടുത്തിട്ടുണ്ടായിരുന്നു, ടോട്ടൽ 2 സ്പീക്കർ എടുത്തിട്ടുണ്ടായിന്. മൈജിന്ന് ഒരു സ്പീക്കർ, പിന്നെ നമ്മൾ ഇവന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ സാമിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന് ഈ ഒരു അത്തർ വാങ്ങിച്ചത്, പെർഫ്യൂം വാങ്ങിച്ചത് ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. നമ്മൾ അധികം ആ ഷോപ്പിൽ നിന്ന് തന്നെ പോയി. ഇപ്പൊ ഫോണ് റിപ്പയർ ചെയ്യണമെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മളെ നല്ലോണം അറിയുന്നതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ടിലാക്കി തരും. അപ്പോ ഈ കുറച്ച് ചെക്കന്മാരാണ് ഷോപ്പ് നടത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അവരെല്ലാം നല്ല സ്വഭാവമാണ്. അപ്പോ അങ്ങനെ എന്താ പറയാ, അങ്ങനെയാണ് ഈ വീഡിയോ. അപ്പൊ ഇതന്നെ ഭയങ്കര സർപ്രൈസ് ആക്കിയെന്ന് വെച്ചാൽ ഞാനിത് എക്സ്പെക്ട് തന്നെ ചെയ്യുന്നില്ല. സാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് മുന്നേ എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ പുള്ളി വാങ്ങിച്ചതിന് ഐ എം വെരി ഹാപ്പി. കാരണം ഞാൻ വിചാരിക്കാതെ തന്നെ എൻ്റെ ലൈഫിൽ പലതും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം സാം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഓന് പറഞ്ഞാൽ ഓൻ എന്തായാലും അത് ചെയ്യും. അതാണ് ഓൻ്റെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഫോണിനെ പറ്റി എനിക്ക് പറയാൻ. നല്ല ക്ലാരിറ്റി, നല്ല സൗണ്ട് എല്ലാം നല്ലതാണ്. സോ ഇതാണ് ആ ഫോൺ വരുന്നത്. സോ എല്ലാവരും എന്താ പറയാ, ഞാൻ ആക്ച്വലി വിവോ ഫാൻ അല്ല, ഞാൻ ആക്ച്വലി സാംസങ് ഫോണിന്റെ ഒരു ഫാനാണ്. പണ്ട് മുതലേ എന്താണെന്നറിയില്ല, അതിനോട് ഭയങ്കര ക്രേസ്. അത് പണ്ടും ഇപ്പയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടും ഇഷ്ടമാണ്. കാരണം പണ്ട് മുതലേ ആ ഫോൺ തന്നെയാണ് ഞാൻ കാണുന്നതും, ആ ഫോൺ തന്നെ ഞാൻ അതിൽ കളിക്കുന്നതോ. കാരണം പണ്ട് അമ്മക്ക് ഫസ്റ്റ് ഉണ്ടായ ഫോൺ സാംസങ് ഗാലക്സി. അത് ഏതാന്ന് നമുക്ക് ഓർമ്മയില്ല, മറ്റേ മോഡൽ ഓർമ്മയില്ല. പിന്നെ എനിക്കുണ്ടായത് സാംസങ്ങിന്റെ ടാബ് ഉണ്ടായിന്. അപ്പൊ എല്ലാ സാംസങ് അങ്ങനെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വിവോയിലോട്ട് വന്നപ്പം ഇപ്പൊ എന്റെയോ സാമിന്റെയോ സെയിം ഫോണാ വിവോ. പക്ഷെ അവൻ്റെത് വിവോ Y500 ആണെന്ന്, എന്റേത് Y11. അവൻ്റെത് 5G ആണ്, എൻ്റെ 5G. ഞാൻ പറഞ്ഞ് നിനക്ക് ഫോൺ വാങ്ങിച്ചൂടെ, കാരണം അവന്റെ ഫോണ് എന്താ പറയാ മറ്റേ ഡിസ്പ്ലേ അതൊക്കെ പോയിട്ട്. അപ്പം പറഞ്ഞ് വേണ്ട നീ വാങ്ങിച്ചോ. എന്നിട്ട് അങ്ങനെ വാങ്ങിച്ചത് ഞാൻ ഭയങ്കര ഷോക്കായി പോയി. സോ താങ്ക് യു. ഇത്രയേ ഉള്ളൂ ആ വീഡിയോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഒരു ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷെ റേറ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ എന്താ പറയാ, നല്ലൊരു ഫോണാണ്, മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയൂ. കാരണം ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ട് 1 മന്ത്, ഏകദേശം 1 മന്ത് ആയി. 1 മന്ത് ബിഫോർ ആ വാങ്ങിച്ചിട്ടുണ്ടായത്. സോ നല്ലൊരു ഫോണാണ്.